നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല യുദ്ധവിമാനങ്ങളും വെടിവെച്ചിട്ട ചരിത്രം കൂടി ഇന്ത്യക്കുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളടക്കം ഇന്ത്യ വെടിവെച്ചിടുകയാണ് ഇപ്പോൾ. അതാണ് റിപ്പോർട്ടുകളടക്കം തന്നെ സൂചിപ്പിക്കുന്നത്. സർഗോദ എയർബേസിൽ നിന്ന് പറന്നുയർന്ന F-16 വിമാനം സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ സേനയുടെ രണ്ട് പ്രധാന വിമാനങ്ങളായ അമേരിക്കൻ നിർമ്മിത F-60 ഫ്ലൈയിങ് ഫാൽക്കണും ചൈനീസ് നിർമ്മിത JF-17 തണ്ടർ അടക്കം തന്നെ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട്. 2019 ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ F-16 വെടിവെച്ചിട്ടിരുന്നു. അമേരിക്കൻ നിർമ്മിത പോർ വിമാനമാണ് F-16. ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പോർ വിമാനങ്ങളിൽ ഒന്നാണ് F-16 ഫൈറ്റർ ഫാൽക്കൺ. US പുറമെ 25 രാജ്യങ്ങളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1978 ഓഗസ്റ്റ് 17 നിർമ്മാണം ആരംഭിക്കുന്നത്. 2018 ജൂൺ വരെ 4606 F-16 വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 1983 F-16 പാക് വ്യോമസേനയുടെ ഭാഗമായത്. 1986 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച വിമാനങ്ങളെ വെടിവെച്ചിടാൻ പാക് എയർഫോഴ്സ് ഉപയോഗിച്ചത് ഈ വിമാനമായിരുന്നു. ഭാരം കുറഞ്ഞ അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമായാണ് ജനറൽ ഡൈനാമിക്സ് ഇതിനെ വികസിപ്പിച്ചെടുത്തത്. പിന്നീട് ഓരോ അവസരത്തിലും പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് F-16 യുദ്ധവിമാനങ്ങൾ. ആക്രമണങ്ങൾ നടത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും F-16 വിമാനങ്ങൾ ഉപയോഗിക്കാനാകും. 1999 കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ റോന്ത് ചുറ്റാൻ PAF F-16S ഉപയോഗിച്ചിരുന്നു. ഒരാൾക്ക് പറത്താവുന്ന വിമാനത്തിന്റെ നീളം ഏകദേശം 49 അടിയാണ്. 9.96 മീറ്റർ വിംഗ് പാനും 4.88 മീറ്റർ ഉയരവും 8570 കിലോഗ്രാം ഭാരവും 16 അടി ഉയരവുമുണ്ട് F-16. വഹിക്കാവുന്ന പരമാവധി ഭാരം 12,000 കിലോഗ്രാമാണ്. മണിക്കൂറിൽ 2120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും ഈ ഫൈറ്റർ ജെറ്റിന്. ജനറൽ ഡൈനാമിക്സും ലോക്ഹീഡ് മാർട്ടിനുമാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 20 mm തോക്ക്, റോക്കറ്റുകൾ, ബോംബുകൾ, എയർ ടു എയർ, എയർ ടു സർഫസ് മിസൈലുകൾ എന്നിവയുണ്ട് ഈ വിമാനത്തിൽ. 50,000 അടി ഉയരത്തിൽ വരെ F-16 പറന്നുയരാം. JF-17 തണ്ടറിന്റെ പ്രത്യേകതകൾ: പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ചേർന്നാണ് JF-17 എന്ന ജോയിന്റ് ഫൈറ്റർ 17 നിർമ്മിച്ചിരിക്കുന്നത്. 4ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത ശ്രമമാണ് JF-17 പിറവിക്ക് കാരണമായത്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള യുദ്ധവിമാനമാകാൻ JF-17 സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ള J-7 എന്ന യുദ്ധവിമാനത്തിന്റെ പിൻഗാമിയായാണ് JF-17 അറിയപ്പെടുന്നത്. ഒരാൾ പറപ്പിക്കുന്നതും 2 പേർ പറപ്പിക്കുന്നതുമായ മോഡലുകൾ JF-17 ഉണ്ട്. 47 അടി നീളവും 31 അടി ചിറക് വടിവും 15 അടി ഉയരവുമുണ്ട് വിമാനത്തിന്. 13,500 കിലോഗ്രാം ഭാരം വരെ വഹിച്ച് ഉയരാനാകും. 1.9 മാക്ക് 1359 കിലോമീറ്ററാണ് ക്രൂസ് സ്പീഡ്. 55,500 അടി ഉയരത്തിൽ വരെ ഈ വിമാനത്തിന് പറക്കാനാകും. ഏതായാലും ഇത്രയേറെ സംവിധാനങ്ങളൊക്കെയാണ് പാകിസ്ഥാനുള്ളതും അതും അമേരിക്കയും ചൈനയും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതൊക്കെ തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിലേറെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പോർ വിമാനങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആക്രമണവും ഇത്തരത്തിൽ പോർ വിമാനങ്ങൾ വഴി ഇന്ത്യയിൽ നടത്താനാകില്ല എന്നത് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ അടിമുടി നടുങ്ങുകയാണ്. 3 വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. ഇതോടെ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് നേരെയുള്ള അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഇത്തരത്തിലുള്ള ലോഞ്ച് പാഡുകൾ, വ്യോമതാവളങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത്. വെള്ളിയാഴ്ച രാജ്യത്തെ വിവിധയിടങ്ങളിൽ പാക് ഡ്രോണുകൾ ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ജമ്മു സെക്ടറിന്റെ മറുഭാഗത്താണ് ഇന്ത്യയുടെ തിരിച്ചടി.
അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. അതേസമയം പാക് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ കര, വ്യോമ, നാവികസേനകളുടെ മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇസ്ലാമാബാദും ലാഹോറും ഉൾപ്പെടെ 5 പാകിസ്ഥാൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇസ്ലാമാബാദ്, ലാഹോർ, ഷോക്കോട്ട്, സാഗ്, റാവൽപിണ്ടി എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഷോട്ട്കോട്ടിലെ റഫീഖി വ്യോമതാവളത്തിന് സമീപം സ്ഫോടനം നടന്നതായിട്ടാണ് വിവരം. റാവൽപിണ്ടി വ്യോമതാവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായും പാകിസ്ഥാൻ സൈന്യം ആരോപിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷവും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് പോവുകയാണ് ഇന്ത്യ. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങൾക്ക് നേരെയായിരുന്നു വെള്ളിയാഴ്ച പാക് ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത്. ഇന്ത്യയിലെ 26ഓളം നഗരങ്ങൾ ലക്ഷ്യമിട്ടതായാണ് വിവരം. അവന്തിപ്പോരയിലെ വ്യോമതാവളം അടക്കം പാക് ലക്ഷ്യമിട്ടുവെങ്കിലും ഇന്ത്യ ആ ശ്രമങ്ങളെ നിർവീര്യമാക്കി. 3 ജനവാസ മേഖലയിൽ ഡ്രോണുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ പതിച്ച് ഒരു കുടുംബത്തിലെ 3 പേർക്കും പരിക്കേറ്റിരുന്നു. ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചതായി സർക്കാർ വൃത്തങ്ങളും അറിയിച്ചു. ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും വിവരമുണ്ട്. അതിനിടെ യാത്രാ വിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണത്തെ തുടർന്ന് വ്യോമാതിർത്തി പൂർണ്ണമായി അടയ്ക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. എല്ലാ വ്യോമ ഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാ വിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത്. നോട്ടീസ് ടു എയർമൈൻ വഴിയാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ വ്യോമാതിർത്തി തുറന്നിടുന്ന പാകിസ്ഥാന്റെ നടപടി രാജ്യാന്തര വ്യോമ ഗതാഗതത്തിന് ഭീഷണിയാണെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയുടെ ശ്രമമെന്ന് ആരോപിച്ച് പാകിസ്ഥാനും ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് സ്ഥിരീകരണം നൽകുന്നു. നൂർ ഖാൻ, ഷോട്ട്കോട്ട്, മുറാദ് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ആരോപിക്കുന്നത്. ഇതിന് തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്നലെയും പാകിസ്ഥാൻ ജനവാസ മേഖലകളിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യ ഇതിനു മുൻപ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയിട്ടുള്ളത്. നിയന്ത്രണ രേഖയിൽ ഷെല്ലിങ്ങിൽ തുടങ്ങി ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെ 26 സ്ഥലങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണം വരെ എത്തി പാക് പ്രകോപനം. ജമ്മുവിൽ മാത്രം 100 ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം. എല്ലാ ഇന്ത്യൻ സേന തകർത്തു. ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഏതായാലും ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാക് ഡ്രോണുകൾ എത്തിയത്. ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായത്. മേഖലയിലെ ഒരു വീടിന് മേലെ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമായി. ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. പരിക്കേറ്റ 2 പേരുടെ നില സാരമുള്ളതല്ലെന്നാണ് വിവരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടലിന് സൗദി അറേബ്യയുടെ ശ്രമം നടക്കുന്നുണ്ട്. രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാനിലെത്തിയത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കാണ് ആദ്യം സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയാണ് ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഈ ശ്രമവും പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കുന്നില്ലെന്നാണ് സൂചന.